ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മുടെ ഈ വർഷത്തെ NMMS എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 2025 നമ്മളുടെ NMMS എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം, 48,000 രൂപയുടെ സ്കോളർഷിപ്പാണ് നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ NMMS എഴുതാൻ കഴിയും, എങ്ങനെ NMMS നേടിയെടുക്കാം, അതിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ അപേക്ഷിക്കണം, എപ്പോൾ അപേക്ഷിക്കാം, ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന NMMS എന്ന് പറയുന്ന ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക ആർക്കൊക്കെയാണ്? 2025-26 അധ്യയന വർഷത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് NMMS എക്സാമിനേഷൻ എഴുതാൻ പറ്റുക. അതന്നെ എല്ലാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും എഴുതാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകിൽ ഗവൺമെന്റ് സ്കൂളിലായിരിക്കണം പഠിക്കേണ്ടത്, അതല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലായിരിക്കണം. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള http://nmmc.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 9, 10, +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് 4 വർഷങ്ങളിലായിട്ട് 12,000 രൂപ ഒരു വർഷം നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 13/10/2025, അതായത് ഒക്ടോബർ 13 മുതൽ 27 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്കൂളിന് മുഖാന്തരമായിട്ട് നിങ്ങളുടെ HM വഴിയോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 7/11/2025 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. അതായത് ഒക്ടോബർ 13 മുതൽ ഒക്ടോബർ 27 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അടുത്ത കാര്യം, സംസ്ഥാനത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, സംസ്ഥാന സ്കൂൾ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളല്ല, അതായത് സ്കൂളിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്കല്ല, അല്ലെങ്കിൽ ജവഹർ നവോദയ, കേന്ദ്രീയ വിദ്യാലയം പോലുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഗവൺമെന്റ് സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയായിരിക്കണം. അത് മാത്രമല്ല, 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 55% മാർക്കില് കുറയാൻ പാടില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ എന്തായാലും ഒരു 55% 3 മാർക്കൊക്കെ ഉണ്ടാകും. അത് പേടിക്കണ്ട. ഇനി SC/ST കാറ്റഗറി ആണെങ്കിൽ 50% കുറയാതിരുന്നാൽ മതി. അടുത്ത കാര്യം, സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പം സാറേ, എങ്ങനെ മാർക്ക് വെച്ച് പെർസെൻറ്റേജ് കാണാം എന്നൊരു സംശയം ഉണ്ടാകും. 7ാം ക്ലാസ്സിൽ നമുക്ക് ഗ്രേഡ് ആണല്ലോ അല്ലേ? അപ്പോൾ ഗ്രേഡ് ആണെങ്കിൽ ഓരോ ഗ്രേഡിന്റെയും മാർക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് A+ ആണെങ്കിൽ 9, A ആണെങ്കിൽ 8, B+ ആണെങ്കിൽ 7, അങ്ങനെ ഓരോ വിഷയത്തിന്റെ മാർക്കിനെ നമ്മൾ കൂട്ടിയിട്ട് ആണ് നമ്മൾ ഗ്രേഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപേക്ഷിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ്? NMMS ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന 3.5 ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനം എന്ന് കാണിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില SC/ST കാറ്റഗറിയൊക്കെ ചില കൺസിഡറേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാതി സർട്ടിഫിക്കറ്റ് അത്തരം ആളുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അതായത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് SC/ST വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് വൈകല്യമൊക്കെയുള്ള ആളുകളാണെങ്കിൽ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും കാലത്തെടുത്ത ഏതെങ്കിലും ഫോട്ടോ അല്ല നമ്മൾ അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ടത്. 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു നല്ല ഫോട്ടോ കൊടുക്കുക. നെക്സ്റ്റ്, പരീക്ഷയുടെ സിലബസും ഘടനയും. നിങ്ങൾക്കറിയാം, 180 മാർക്കിന്റെ പരീക്ഷയാണ്. അതിൽ തന്നെ 90 മാർക്കിന്റെ മാറ്റും 90 മാർക്കിന്റെ സാറ്റും ഉണ്ട് അല്ലെ? 90 മാർക്കിന്റെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിലേക്ക് വരുന്ന സമയത്ത് 3 വിഷയങ്ങളുണ്ട്. ബേസിക് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഉണ്ട്, അതുപോലെ സോഷ്യൽ സയൻസ് ഉണ്ട്. ഓക്കെ, ഈ 3 സബ്ജക്റ്റുകൾ. അതിൽ 90 മാർക്കിന്റെ മാത്സിലേക്ക് വരുന്ന സമയത്ത് 90 മാർക്കിന്റെ 90 ചോദ്യങ്ങൾ, 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക.
സാറ്റിലേക്ക് വരുന്ന സമയത്ത് അതിൽ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് എന്ന് 35 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാത്സിൽ നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ നിന്ന് നിങ്ങൾക്ക് കാണാം 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ആകെ 90 ക്വസ്റ്റ്യൻസ് ആണ് സാറ്റിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ വീതമാണ്, ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ എന്നീ മീഡിയമിൽ അവൈലബിൾ ആയിരിക്കും. പരീക്ഷയുടെ ഡേറ്റ് നമുക്ക് നോക്കാം. നമ്മൾ കാത്തിരുന്ന സംഭവം ഇതാണ്, ഡിസംബർ 30 മക്കളെ മനസ്സിലാക്കുക, ഡിസംബർ 30 നിങ്ങളുടെ എക്സാം വരുന്നത്. ഡിസംബർ 30 രാവിലെയാണ് മാറ്റിന്റെ എക്സാം. രാവിലെ 10 മണി മുതൽ 11:30 വരെ, അതായത് 1.5 മണിക്കൂർ, 90 മിനിറ്റ് ആണ് നമ്മുടെ മുന്നിലുള്ള സമയം. ഭിന്നശേഷിക്കാരായ സ്റ്റുഡൻസിന് മാത്രം 1.5 മണിക്കൂർ കൂടുതൽ കിട്ടും. അതേ ദിവസം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയാണ് നമ്മളുടെ സാറ്റിന്റെ എക്സാമിനേഷനും വരുന്നത്. അടുത്തതായിട്ട് സ്കോളർഷിപ്പിന് അർഹത നേടുന്നതിനുള്ള വ്യവസ്ഥ. സ്കോളർഷിപ്പിന് അർഹത നേടാൻ നമുക്ക് വേണ്ടത് 40% കുറയാത്ത മാർക്കാണ്. അത് 40% കൂടുതൽ മാർക്ക് നേടിയിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടണമെങ്കിൽ, 48,000 രൂപ കിട്ടണമെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തില് വെറും 3473 കുട്ടികൾക്ക് മാത്രമാണ് NMMS സ്കോളർഷിപ്പിന് യോഗ്യത നേടാൻ സാധിക്കുക. അതന്നെ ഓരോ ജില്ലയിലും എത്ര കുട്ടികളാണ് 8ാം ക്ലാസ്സിൽ എൻറോൾ ചെയ്യുന്നത് എന്നതനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ഓരോ ജില്ലയിലെയും NMMS വിജയികളുടെ എണ്ണം തീരുമാനിക്കപ്പെടും. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് NMMS ലഭിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ, NMMS കിട്ടിയാൽ നിങ്ങൾക്ക് ആദ്യത്തെ 12,000 രൂപ 9ാം ക്ലാസ്സിൽ നിന്ന് അതിന് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ അത് പിന്നെ 10ാം ക്ലാസ്സിൽ വീണ്ടും കിട്ടണമെങ്കിൽ, 10ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 55% മാർക്ക് നേടേണ്ടതുണ്ട്. അതുപോലെ 10ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ 60% മാർക്ക് നേടിയാലാണ് നിങ്ങൾക്ക് +1 എത്തുമ്പോൾ ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഓക്കെ, ഇനി സ്കോളർഷിപ്പിന് അർഹരാകുന്ന കുട്ടികൾ തൊട്ടടുത്ത വർഷം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ അപേക്ഷിച്ചാൽ മാത്രമാണ് NMMSന്റെ തുക നിങ്ങൾക്ക് ലഭിക്കുക എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. പട്ടിക വിഭാഗത്തിലെ കുട്ടികൾക്ക് 15%, പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് 7% കുറഞ്ഞത്, അതായത് 40% മാർക്ക് അവർക്ക് സ്കോളർഷിപ്പിന് എലിജിബിൾ ആവാൻ ആവശ്യമില്ല. അതായത് പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണെങ്കിൽ 25% മാർക്ക് നേടിയാൽ തന്നെ NMMS നേടാൻ പറ്റും. ഞാൻ പറയുന്നത് എലിജിബിലിറ്റി അവിടെ ഓക്കെയാണ്. പക്ഷേ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടണമെങ്കിൽ ഓരോ ജില്ലയിലും ഇത്ര എണ്ണമുണ്ട്, കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫിന്റെ മുകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിന്റെ മുകളിൽ 40% മാർക്കിന്റെ മുകളിൽ മാർക്ക് ഉണ്ടായാൽ മതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ 500 കുട്ടികൾക്കാണ് NMMS കിട്ടുന്നത് വിചാരിക്കുക. 500 കുട്ടികൾക്ക് 500ാമത്തെ കുട്ടീന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ 180ൽ 140 ആണെങ്കിൽ 140 കുറവ് മാർക്ക് കിട്ടിയ ഒറ്റ കുട്ടിക്കും NMMS കിട്ടൂല, ആ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടൂല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏതെങ്കിലും ജില്ലയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള, അതിൽ SC/ST കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും റിസർവേഷൻ ഉണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളില്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് കൂടെ ആർക്ക് കിട്ടും? ജനറൽ കാറ്റഗറിയിലേക്ക് വരും. അതുപോലെ ST കാറ്റഗറിയിലുള്ള കുട്ടികൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ SC കാറ്റഗറിയിലുള്ള കുട്ടികൾക്കായിരിക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുക. തിരിച്ച് SC കാറ്റഗറിയിലുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ ആ റിസർവേഷൻ ലഭിക്കാൻ പോകുന്നത് ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്കായിരിക്കും. ഇനി നിങ്ങൾക്ക് പലർക്കുള്ള കൺഫ്യൂഷൻ ആയിരിക്കും, സാർ NMMS കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ജില്ലയിലും കട്ട് ഓഫ് അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒരേ സ്കോറുള്ള കുറേ കുട്ടികൾ വന്നാൽ എന്ത് ചെയ്യും സാർ? നിങ്ങളുടെ സംശയമായിരിക്കും. അപ്പോൾ മാറ്റിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ ആരാണോ ആ ആൾക്കാർക്കും പ്രയോറിറ്റി. ഇപ്പോൾ 2 കുട്ടികളുടെ മാർക്ക് 135 ആണെന്ന് വിചാരിക്കുക, കട്ട് ഓഫ് 135 ആണ്. അതിൽ തന്നെ മാറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ ആ കുട്ടീനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക. അതല്ല, ഈ മാറ്റിൽ 2 പേരുടെ മാർക്ക് നോക്കുമ്പോൾ അതും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ സാറ്റിലേക്ക് വന്നിട്ട് അതിൽ സയൻസിൽ ഏറ്റവും മാർക്കുള്ള കുട്ടി ആരാണെന്ന് നോക്കും. ഫസ്റ്റ് പ്രയോറിറ്റി മാറ്റിന്, രണ്ടാമത്തെ പ്രയോറിറ്റി വരുന്നത് സാറ്റിൽ സയൻസിന്, ബേസിക് സയൻസിന്, മൂന്നാമത്തെ പ്രയോറിറ്റി സാറ്റിൽ മാത്സിന്, നാലാമത്തെ പ്രയോറിറ്റി സാറ്റിൽ സോഷ്യൽ സയൻസിന്. ഇതൊക്കെ കോമൺ ആയിട്ട് വരികയാണെങ്കിൽ ലാസ്റ്റ് തീരുമാനം പരീക്ഷാ കൺട്രോളുടേതായിരിക്കും. പരീക്ഷാ കമ്മീഷണറുടെ തീരുമാനം അന്തിമമായിരിക്കും. ഓക്കെ,
അപ്പോൾ നിങ്ങൾ NMMS അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കയറേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലാണ് http://nmmse.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിൽ കയറുക, രജിസ്റ്റർ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ SC/ST കാറ്റഗറി ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അതിന്റെ ഡിസബിലിറ്റിയുടെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ എല്ലാവർക്കും വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ വരുമാന സർട്ടിഫിക്കറ്റ്. ഓക്കെ, നിങ്ങളുടെ വരുമാനം 3.5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. ഓക്കെ, 3.5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അതിൽ കൂടുതൽ വരുമാനമുള്ള ആളുകളാണെങ്കിൽ എഴുതാൻ പറ്റില്ല. അതായത് ഇപ്പോൾ സർക്കാർ ജോലിയുള്ള ആളുകളുടെ മക്കൾക്കൊക്കെ എഴുതുന്നതിൽ പരിമിതി ഉണ്ടാവും. കാരണം 3.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് കൃത്യമായിട്ട് അവരുടെ വരുമാനം 3.5 ലക്ഷത്തിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം അന്വേഷിക്കുക. അപ്പോൾ 3 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ എക്സാം എഴുതാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തീർത്തും സൗജന്യമായിട്ട് സൈലം നൽകുന്നതായിരിക്കും. സൈലത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും സൈലത്തിന്റെ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ വളരെ സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലൊക്കെ സൈലത്തിന്റെ NMMS ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അത്തരം ക്ലാസ്സുകളിലേക്ക് വരിക. അവിടെ വെച്ച് നിങ്ങൾക്ക് മെറ്റീരിയൽ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ സൈലത്തിന്റെ ബ്രഹ്മോസ് ബാച്ചിലൂടെ ലഭിക്കുന്നുണ്ട്. സോ ബ്രഹ്മോസ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സൈലത്തിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. 1 രൂപ പോലും ഫീസ് തരണ്ട. കേരളത്തിലെ നമ്പർ 1 ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട്, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. NMMS നമുക്ക് നേടിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇത്തരം വീഡിയോസിനായിട്ട് സൈലം ക്ലാസ് 8 എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.